നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഫൈനൽ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഡ്രൈവിംഗ് അറിയാമെങ്കിലും സ്റ്റുഡൻസ് ഫെയിൽ ആകുന്നു. കാരണം ഡ്രൈവിംഗിന്റെ അല്ല, കാരണം ഈ ചെറിയ മിസ്റ്റേക്സുകൾ മൂലമാണ്. ഈ വീഡിയോയിൽ കോമൺ ആയുള്ള എല്ലാ മിസ്റ്റേക്കുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്കാണ് നെർവസ് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റ് ഫെയിൽ ആകാനുള്ള മെയിൻ കാരണമാണ് നെർവസ് ഡ്രൈവിംഗ്. അതിന്റെ കോമൺ സൈൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റിയറിംഗ് ഗ്രിപ്പിൽ കൂടുതൽ ടൈറ്റായിട്ട് പിടിക്കുക, അൺനെസസറി ബ്രേക്കിംഗ് ചെയ്യുക, കൈ വിറയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിസിഷൻ എടുക്കുന്നതിന് പകരം ഓവർ തിങ്കിങ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സാമിനർ നിങ്ങളുടെ പെർഫെക്ഷനെ അല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ സേഫ് ആയിട്ട് ഡ്രൈവിംഗ് ചെയ്യുകയാണോ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് നെർവസ് ആവാതെ വണ്ടി ഓടിക്കുക, കാമായിരിക്കുക, കോൺഫിഡൻസ് നിങ്ങളുടെയിൽ ഉണ്ടായിരിക്കണം. എക്സാമ്പിളായി പറഞ്ഞാൽ കോൺഫിഡൻസ് ഈക്വൽസ് ടു കൺട്രോൾ. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് വണ്ടി മൂവ് ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങൾ വണ്ടിയിൽ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, സെൻട്രൽ മിറർ, സൈഡ് മിറർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, സീറ്റ് ബെൽറ്റ് ധരിക്കുകയും വേണം. നിങ്ങൾ മാത്രമല്ല, പുറകിൽ സ്റ്റുഡൻസുകൾ ഉണ്ടെങ്കിൽ അവരും സീറ്റ് ബെൽറ്റ് ധരിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലും ഫെയിൽ ആകാം, അഥവാ പുറകിലിരിക്കുന്ന സ്റ്റുഡൻസ് സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലും നിങ്ങൾ ഫെയിൽ ആയേക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ് റോങ് യൂസ് ഓഫ് ഇൻഡിക്കേറ്റർ. ഇതിനകത്ത് കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെ നോക്കാം. ഇൻഡിക്കേറ്റർ വളരെ ലേറ്റ് ആയിട്ട് ഇടുക, ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോയി, ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ല എങ്കിൽ. റൂൾ എന്താ എന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരായി റോഡിൽ നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റർ മൂലം. അതുകൊണ്ട് സിഗ്നൽ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഇടണം, സിഗ്നൽ ക്ലിയർ ആയിരിക്കണം, യൂസ് ചെയ്തതിനു ശേഷം ക്യാൻസൽ ചെയ്യുകയും വേണം. ഇൻഡിക്കേറ്റർ അഥവാ സിഗ്നലുകൾ തന്നെ ഓഫ് ആയിക്കോളും എന്ന് ചിന്തിക്കാതെ ഓഫ് ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നാലാമത്തെ പോയിന്റ് ആണ് നോട്ട് സ്റ്റോപ്പിംഗ് അറ്റ് സ്റ്റോപ്പ് സൈൻസ് ഓർ സ്റ്റോപ്പ് ലൈൻ. സ്റ്റോപ്പ് സൈനുകൾ വണ്ടി നിർത്തിയില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലൈനുകൾ വണ്ടി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആയേക്കാം. കുറെ സ്റ്റുഡൻസുകൾ സ്റ്റോപ്പ് സൈൻ വരുമ്പോൾ സ്ലോ ചെയ്യും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയില്ല. അല്ല, റൂൾസ് എന്താ എന്ന് പറയുന്നത് നോക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കണം, ഫുൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. 2-3 സെക്കൻഡെങ്കിലും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. നമ്മൾ നോക്കണം, അതിന് ശേഷം മൂവ് ചെയ്യണം. റോളിംഗ് സ്റ്റോപ്പ് ഈക്വൽസ് ടു ഫെയിൽ. അഞ്ചാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ മിറർ ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തില്ല എങ്കിൽ. നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പിട്ട്, അല്ലെങ്കിൽ ലെയിൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വണ്ടി ടേൺ ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മിറർ ചെക്ക് ചെയ്തില്ല, ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്തില്ല എങ്കിൽ ഫെയിൽ ആയേക്കാം. നിങ്ങൾ തീർച്ചയായും സെന്റർ മിററുകൾ ചെക്ക് ചെയ്തിരിക്കണം, സൈഡ് മിററുകൾ ചെക്ക് ചെയ്തിരിക്കണം, ബ്ലൈൻഡ് സ്പോട്ട് അതായത് ഷോൾഡർ ചെക്ക് ചെയ്തിരിക്കണം ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ. എക്സാമിനർ നിങ്ങളുടെ ഹെഡ് മൂവ്മെന്റ് തീർച്ചയായും കണ്ടിരിക്കണം. നോ മിറർ ചെക്ക് ഈക്വൽസ് ടു ഡയറക്റ്റ് ഫെയിൽ. മിറർ ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫെയിൽ ആയേക്കാം. ആറാമത്തെ മിസ്റ്റേക്ക് ആണ് പുവർ ലെയിൻ ഡിസിപ്ലിൻ. എന്താണെന്ന് മിസ്റ്റേക്ക് നോക്കാം. ലെയിൻ മാർക്കിങ്ങിന്റെ തൊട്ട് അടുത്ത് വണ്ടി ഓടിക്കുന്നത്, ലെയിനിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വെട്ടിക്കുന്നത്, ലേറ്റ് ആയിട്ട് ലെയിൻ ചേഞ്ച് ചെയ്യുന്നത്. ഇനി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യണം? നമ്മൾ ലെയിനിന്റെ സെന്ററിലായിരിക്കണം, ലെയിൻ ആരോ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം ലെയിൻ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പിട്ട്. ഏഴാമത്തെ പോയിന്റ് ആണ് ഇംപ്രോപ്പർ ലെയിൻ ചേഞ്ചിങ്. ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഫെയിൽ ആകാനുള്ള കാരണം എന്തൊക്കെയാന്ന് നോക്കാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് മിറർ ചെക്ക് ചെയ്തില്ല എങ്കിൽ, ബ്ലൈൻഡ് സ്പോട്ടുകൾ ചെക്ക് ചെയ്തില്ല എങ്കിൽ, ലേറ്റ് ആയിട്ട് ഡിസിഷൻ. ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിററുകൾ ചെക്ക് ചെയ്യണം, സിഗ്നലുകൾ ഇടണം, ബ്ലൈൻഡ് സ്പോട്ടുകൾ ചെക്ക് ചെയ്യണം, സ്മൂത്ത് ആയിട്ട് വേണം ലെയിൻ ചേഞ്ച് ചെയ്യാൻ. എട്ടാമത്തെ മിസ്റ്റേക്ക് ആണ് ഹെസിറ്റേഷൻ അറ്റ് ജംഗ്ഷൻ. മിസ്റ്റേക്കുകൾ എന്താണെന്ന് നോക്കാം. ജംഗ്ഷൻ ക്ലിയർ ആയി കഴിഞ്ഞിട്ടും നിങ്ങൾ കൂടുതൽ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ആക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം?
നിങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കണം 4 വശവും. ഗ്യാപ്പുകൾ നിങ്ങൾ ശരിയായി ജഡ്ജ് ചെയ്തിരിക്കണം. കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം ജംഗ്ഷൻ ക്ലിയർ ആകുമ്പോൾ. 9ാമത്തെ മിസ്റ്റേക്കാണ് റൗണ്ട് അബൌട്ട്. എന്താണ് കോമൺ എറർ എന്ന് നോക്കാം. റോങ് ലെയിൻ സെലക്ഷൻ. മറ്റുള്ളവർക്ക് നിങ്ങൾ വഴി കൊടുത്തില്ല എങ്കിൽ, ഇൻഡിക്കേറ്റർ നിങ്ങൾ എക്സിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കയറുമ്പോൾ ഇട്ടില്ല എങ്കിൽ, റൗണ്ട് അബൌട്ടിന്റെ അകത്തെത്തുമ്പോൾ വണ്ടി നിന്ന് പോകുക, നിങ്ങൾ പാനിക് ആകുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ല എങ്കിലും നിങ്ങൾ ഫെയിൽ ആയേക്കാം. നിങ്ങൾ ഇനി എന്ത് ഫോളോ ചെയ്തിരിക്കണം? ലെയിൻ ആരോസ് ഫോളോ ചെയ്തിരിക്കണം, മറ്റുള്ളവർക്ക് വഴി കൊടുക്കണം, സ്മൂത്ത് ആയിട്ട് എക്സിറ്റ് ചെയ്തിരിക്കണം. 10ാമത്തെ മിസ്റ്റേക്കാണ് സ്പീഡ് കൺട്രോൾ പ്രോബ്ലംസ്. ഇതിന്റെ അകത്ത് 2 മേജർ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ വണ്ടി വളരെ സ്ലോ ആണ്, സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡിൽ നിന്നും വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കുക. കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് ഫോളോ ചെയ്തിരിക്കണം. ട്രാഫിക്കിന്റെ ഫ്ലോ അനുസരിച്ച് വേണം വണ്ടി ഓടിക്കാൻ. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം കറക്റ്റായി. കൂടുതൽ കുറയാനും പാടില്ല, കൂടുതൽ കൂടാനും ഓവർ സ്പീഡ് ആകാനും പാടില്ല. 11ാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പെഡിസ്റ്റേറിനെ ഇഗ്നോർ ചെയ്യുന്നത്. ഇത് സീരിയസ് ആയിട്ട് ഫെയിൽ ആവാനുള്ള ഒരു മിസ്റ്റേക്കാണ്. പെഡിസ്റ്റേറിയൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ സീബ്ര ക്രോസിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം, സ്ലോ ചെയ്തിരിക്കണം, വേണ്ടി വന്നാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. പെഡിസ്റ്റേറിയൻ സേഫ്റ്റി ഈക്വൽസ് സീറോ ടോളറൻസ്. പറഞ്ഞാൽ പെഡിസ്റ്റേറിയൻ ആണ് പ്രയോറിറ്റി, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അവർക്ക് വഴി കൊടുത്തിരിക്കണം. 12ാമത്തെ പോയിന്റ് ആണ് ടെയിൽ ഗേറ്റിംഗ്. പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയും നിങ്ങളുടെ വണ്ടിയും തമ്മിൽ ഒരു സേഫ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. കൂടുതൽ അടുത്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബ്രേക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ആക്സിഡന്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കണം. 13ാമത്തെ പോയിന്റ് ആണ് ഇഗ്നോറിംഗ് റോഡ് സൈൻ ആൻഡ് റോഡ് മാർക്കിംഗ്. മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീഡ് സൈനുകൾ നിങ്ങൾ മിസ് ചെയ്യുന്നു, ലെയിൻ ആരോകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു, വാർണിംഗ് സൈനുകൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു. എക്സാമിനർ ഇതെല്ലാം നോക്കും. നിങ്ങൾ റോഡിലെ സൈനുകളെ നോക്കുന്നുണ്ടോ, കറക്റ്റായിട്ട് അതിനോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം എക്സാമിനർ ശ്രദ്ധിക്കുകയുണ്ടാവും വണ്ടിക്കകത്തിരുന്ന്. 14ാമത്തെ മിസ്റ്റേക്കാണ് ഇംപ്രോപ്പർ പാർക്കിംഗ്. മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ലൈനുകൾ ക്രോസ് ചെയ്യുന്നു പാർക്കിംഗ് ചെയ്യുമ്പോൾ, നിങ്ങൾ കർബുകൾ ഹാർഷായിട്ട് ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പുവർ സ്റ്റിയറിംഗ് കൺട്രോൾ. പാർക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും വണ്ടി സ്ലോയിലായിരിക്കണം, കൺട്രോളിലായിരിക്കണം, മാർക്കിങ്സിന്റെ അകത്തായിരിക്കണം പാർക്ക് ചെയ്യേണ്ടത്. 15ാമത്തെ മിസ്റ്റേക്കാണ് ഹാർഡ് ബ്രേക്ക് അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ചെയ്യുക. ഹാർഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ജഡ്ജിങ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സ്മൂത്ത് ആയിട്ട് ബ്രേക്കിംഗ് ചെയ്തിരിക്കണം. കുറച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ബ്രേക്കിംഗ് ചെയ്തിരിക്കണം. അപ്പോൾ സ്മൂത്തായി തനിയെ വണ്ടി നിന്നുകൊള്ളും. 16ാമത്തെ പോയിന്റ് ആണ് ലാക്ക് ഓഫ് വെഹിക്കിൾ കൺട്രോൾ. എക്സാമ്പിളായി പറഞ്ഞാൽ ജെർക്കി സ്റ്റിയറിംഗ്, ക്ലച്ചിനെ മിസ്യൂസ് ചെയ്യുക, മാനുവൽ വണ്ടിയാണെങ്കിൽ എൻജിൻ നിന്ന് പോകുക, പുവർ കോർഡിനേഷൻ. സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും നിങ്ങളുടെ സേഫായി വണ്ടി ഓടിക്കുന്നതിനെ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വെഹിക്കിൾ കൺട്രോൾ ഉണ്ടായിരിക്കണം. 17ാമത്തെ പോയിന്റ് ആണ് ഡിസൊബേയിങ് എക്സാമിനേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. എക്സാമിനർ എന്ത് പറയുന്നു അതിനെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് കേട്ടിരിക്കണം. ഇൻസ്ട്രക്ഷൻസ് കാമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലെങ്കിൽ അവരുമായിട്ട് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കാം. ഇൻസ്ട്രക്ഷൻസ് ഇഗ്നോർ ചെയ്യുവാണെങ്കിൽ ഫെയിലിന് തുല്യമാണ്. 18ാമത്തെ പോയിന്റ് ആണ് ലെയിൻ മെർജിംഗ് ആൻഡ് യു ടേൺ മിസ്റ്റേക്സ്. ഇനി കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻട്രിയിൽ നിങ്ങൾ ഫോഴ്സ് ആയിട്ട് വരിക, ഗ്യാപ്പുകൾ ജഡ്ജ് ചെയ്തില്ല എങ്കിൽ, ഇൻഡിക്കേറ്റർ ശരിയായി ഇട്ടില്ല എങ്കിൽ, ലെയിൻ ആയിട്ട് മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം നേരത്തെ, സ്മൂത്ത് ആയിട്ട് വേണം മെർജ് ചെയ്യാൻ, സേഫ് ആയിട്ട് വേണം മെർജ് ചെയ്യാൻ. 19ാമത്തെ പോയിന്റ് ആണ് റോങ് ലെയിൻ പൊസിഷനിങ്. മിസ്റ്റേക്കുകൾ എന്താണെന്ന് നോക്കാം. ടേൺ ചെയ്യുമ്പോൾ റോങ് ലെയിനിൽ വരിക, ലേറ്റ് ആയിട്ട് വരിക, എപ്പോഴും നിങ്ങൾ റോഡ് ആരോ നോക്കി വേണം ലെയിനിൽ വരാൻ. ഇനി ഇതിന്റെ ഫൈനൽ റൂൾ, അതായത്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മളെപ്പോഴും ഫൈനൽ ടെസ്റ്റിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവറായിട്ട് വേണം വണ്ടി ഓടിക്കാൻ. സ്റ്റുഡൻ്റായിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത്. എക്സാമിനർ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾ സേഫ് ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്, നിങ്ങൾക്ക് അവെയർനെസ് ഉണ്ടോ, നിങ്ങൾക്ക് വണ്ടിയുടെ കൺട്രോൾ ഉണ്ടോ, അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പേടി പാടില്ല. നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് റൂളുകൾ പാലിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ല ഇതിൽ കൂടുതൽ പോയിന്റ്സുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും ഫൈനൽ റോഡ് ടെസ്റ്റിന് വേണ്ടി. ഡ്രൈവ് സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം.